അമ്മേ നാരായണ ദേവി നാരായണ. എൻ്റെ പേര് രഘുനാഥൻ നായർ. ഞാൻ മേലാറന്നൂർ ദുർഗാദേവി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡൻ്റാണ്. 50 വർഷമായി ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. റെയിൽവേ വികസനം വന്നപ്പോൾ ക്ഷേത്രം ഇടിച്ചു മാറ്റണമെന്ന് റെയിൽവേക്കാർ പറയുകയും അതനുസരിച്ച് ക്ഷേത്രം ഇടിച്ചു മാറ്റി കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. ഈ ക്ഷേത്രം ഇപ്പോൾ ബാലാലയത്തിലാണ് ഇരിക്കുന്നത്. അത് 2 വർഷമായി. ഇനി 1 വർഷമേ ഉള്ളൂ. ഈ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് കുറേയൊക്കെ കാശ് സ്വരൂപിക്കാൻ പറ്റി. ഇനിയും കുറേയൊക്കെ കാശ് വേണം. സ്ഥലം വാങ്ങിച്ച് അമ്പലം കെട്ടേണ്ടതുണ്ട്. അത് ബാലാലയത്തിലിരിക്കുന്ന ക്ഷേത്രം ഇനി പുതിയ അമ്പലം കെട്ടി അതിനെ സ്വരൂപിച്ച് ക്ലിയർ ചെയ്ത് തരണം. സഹായ സഹകരണങ്ങൾ അകമെഴിഞ്ഞ് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ ശിവകുമാർ. മേലാറന്നൂർ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ട്രഷറിയാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 2 കിലോമീറ്റർ ഇപ്പുറമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിപ്പോൾ റെയിൽവേയുടെ വികസനം വന്നതിനാൽ പൊളിച്ചു മാറ്റി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പുതിയൊരു അമ്പലം പണി ചെയ്യുന്നതിന് ഇവിടെ ഒരു സ്ഥലം എടുക്കുന്നതിനും വളരെ വലിയ എമൗണ്ട് വേണം. അത് നമ്മളാൽ കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കതുകൊണ്ട് ഒക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ബാലാലയത്തിലാണ് ഇരിക്കുന്നത്. അതിനാൽ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായം ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ലളിതാംബികയെ നമഃ. എൻ്റെ പേര് ലീല ഗോപാലകൃഷ്ണൻ എന്നാണ്. ഞാനൊരു ടീച്ചറാണ്. ഞാൻ സ്കൂളിൽ എന്ത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും നമ്മുടെ ദേവിയെ കണ്ട് തൊഴുതിട്ടേ ഞാൻ പോകാറുള്ളൂ. 40 വർഷം കൊണ്ടുള്ള പതിവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ദേവീക്ഷേത്രം റെയിൽവേ വികസനത്തിൻ്റെ പേരിൽ അത് മാറ്റി ബാലാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അതെല്ലാവർക്കും എല്ലാവർക്കും മേലാറന്നൂർ നിവാസികളായ എല്ലാവർക്കും വേദനാജനകമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിനെ പുനരുദ്ധരിച്ച് ഒരു അമ്മയ്ക്ക് ഒരു ആലയം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും ആവശ്യമാണ്. അതിന് ഞങ്ങൾ സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, ഞാൻ തങ്കപ്പൻ നായർ. ഞാൻ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹി ആയിരുന്നു, ഇപ്പോഴും ആണ്. ഈ ക്ഷേത്രം റെയിൽവേ ലൈൻ എടുത്തപ്പോൾ പൊളിക്കേണ്ടി വന്നു. മേലാർന്നൂർ കരമന തിരുവനന്തപുരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബാലാലയത്തിൽ എൻ്റെ പുറകെയുള്ള ക്ഷേത്രത്തിലാണ് ബാലാലയത്തിൽ ഇരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരു വലിയ ക്ഷേത്രമായിരുന്നു. അതേപോലെ ഒരു വലിയ ക്ഷേത്രം ആക്കിയില്ലെങ്കിലും ആകണം എന്നുള്ള ഒരു താല്പര്യത്തിൽ നമ്മളെല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് ഒന്ന് വലുതാക്കി വയ്ക്കാനുള്ള സന്ദർഭം സൗകര്യം എല്ലാം നാട്ടുകാരായ എല്ലാ ഭക്തജനങ്ങളും തരണമെന്ന് ഞാൻ ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു. അമ്മേ നാരായണ ദേവി നാരായണ. എൻ്റെ പേര് രാജു. തിരുവനന്തപുരം ജില്ലയിലെ കരമന മേലാർന്നൂർ സ്ഥിതി ചെയ്യുന്ന ശ്രീ ദുർഗാദേവി ക്ഷേത്രം എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ഒരു ക്ഷേത്രമായിരുന്നു. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചു മാറ്റേണ്ട സാഹചര്യം വന്നതിനാൽ ഇപ്പോൾ താൽക്കാലികമായി ഒരു ബാലാലയത്തിലാണ് ഇരിക്കുന്നത്. നമുക്കൊരു പുതിയൊരു സ്ഥലം കണ്ടെത്തി അമ്മയെ അവിടെ കുടിയിരുത്താനും എല്ലാവരുടെ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് ബിനു. ഞാൻ ഈ മേലാർന്നൂരിലെ ഒരു സ്ഥിര താമസക്കാരനാണ്. ഈ മേലാർന്നൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അമ്പലം റെയിൽവേ അമ്പലം ഇരുന്ന സ്ഥലം റെയിൽവേ എടുക്കുകയും റെയിൽവേ അമ്പലം ഞങ്ങൾ എല്ലാവരും ഇടപെട്ട് ഞങ്ങളൊരു ബാലാലയത്തിലേക്ക് തൊട്ടടുത്തൊരു ബാലാലയത്തിലേക്ക് പ്രതിഷ്ഠ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം ഇത് ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ആരാധന ഒന്നും നടക്കുന്നില്ല. ഈ നാടിൻ്റെ തന്നെ ഒരു ഐശ്വര്യമാണ് ഈ ദുർഗാദേവി മേലാർന്നൂർ ദുർഗാദേവി ക്ഷേത്രം. അപ്പോഴും ഇതിൻ്റെ അടുത്ത പുനർനിർമ്മാണത്തിനായി സ്ഥലം വാങ്ങണം, പിന്നെ അമ്പലം പണിയണം. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ഈ അമ്പലത്തിൻ്റെ പരിസരം തന്നെ ഒരു വളരെ ശാന്തതയും വളരെ ഒരു ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഒന്നായിരുന്നു. അമ്പലത്തിൽ നമുക്ക് ഈ കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരിക്കുമ്പോൾ ഞങ്ങൾ പല കമ്മിറ്റികൾക്കും വരുമ്പോഴും ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് കമ്മിറ്റി കൂടുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. ആ ഒരു ശാന്തി, മനസ്സിനൊരു സമാധാനവും അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഈ അമ്പലത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇന്നത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
നമ്മുടെ എൻ്റെ അടുത്ത് വരുന്ന തലമുറ, അതായത് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ അത് സാധ്യമല്ല. ഞാൻ പറഞ്ഞതാണ്, ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നല്ലൊരു അമ്പലം പണിയണം, സ്ഥലം വാങ്ങണം. നമ്മൾ അടുത്ത് തന്നെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലം നമുക്ക് വാങ്ങണം, അമ്പലം പണിയണം. അപ്പോൾ വൻപിച്ച ഒരു സാമ്പത്തിക ബാധ്യതയാണ് നമുക്കുള്ളത്. അപ്പം നമ്മളെ എല്ലാവരും സഹകരിച്ച്, എല്ലാ ആൾക്കാരും സഹകരിച്ച് ഇതിനായിട്ട് സഹകരിക്കണമെന്ന്, സാമ്പത്തികമായും എല്ലാത്തിലും സഹകരിച്ച് ഇതൊരു വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമ്മേ ശരണം. ഞാനിവിടെ മേലാറന്നൂർ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഇടമാണ്. ഞാൻ 35 വർഷമായി എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അന്ന് മുതലേ ഞാൻ ദേവിയെ തൊഴുന്നവളാണ്. ഒന്നിനൊന്ന് അമ്മ എനിക്ക് നല്ലതേ തന്നിട്ടുള്ളൂ. ഇപ്പോൾ അമ്മ റെയിൽവേയുടെ വികസനത്തിനായി ഞങ്ങളുടെ അമ്മയെ അവിടുന്ന് പൊളിച്ചു മാറ്റി ഇപ്പോൾ ഒരു ചെറിയൊരു ബാലാലയത്തിൽ അമ്മ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റി ഇപ്പോൾ 2 വർഷമായി. ഇനി 1 വർഷത്തെ കാലാവധിയേ ഉള്ളൂ. ഈ 1 വർഷത്തിനകത്ത് വെച്ച് അമ്മയെ ഒരു അമ്പലം കെട്ടി അവിടെ ഇരുത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടി എല്ലാവിധ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ തീർച്ചയായും ഉണ്ടാകണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. മേലാറന്നൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഇരുന്ന ഒരു സ്ഥലമാണിത്. വളരെ വേദനയോടുകൂടി ഞാൻ പറയുകയാണ്. എൻ്റെ പേര് ബിൻകുമാർ ആചാരി. ഞാൻ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പള്ളിവില്ലെന്ന ഓണവില്ല് സമർപ്പിക്കുന്ന പാരമ്പര്യമായ കുടുംബത്തിലെ ഒരംഗമാണ്. ഈ പ്രദേശത്ത് വളരെ കുറച്ച് കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. നാൾക്കുനാൾ ദേവിയുടെ അനുഗ്രഹത്താൽ ഈ പ്രദേശം മുഴുക്കെ ഭക്തജനങ്ങൾ നിറയുകയും അവരുടെ ഭക്തിയുടെ പാരമ്യത്തിൽ അമ്മ ആവോളം ഐശ്വര്യവും സമ്പത്തും ഒക്കെ ചൊരിഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഈ പ്രദേശം റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് എടുക്കുകയും അതിലൂടെ വന്ന ഒരു ആവശ്യത്തിൽ ഈ ക്ഷേത്രം ഇടിച്ച് നിരത്തി ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ വളരെ വേദനയുണ്ട് ഈ നാട്ടുകാർക്ക്. അമ്മയെ ഒന്ന് കൈവണങ്ങുന്നതിനും തൊഴുത് പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ അവർക്ക് സാധിക്കാത്തതിൽ വളരെയധികം വേദനയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ അമ്മയെ ബാലാലയത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 2 വർഷത്തോളമായി ബാലാലയത്തിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഒരു ആഗ്രഹം അമ്മയ്ക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഒരു നല്ലൊരു ക്ഷേത്രവും അതിന് വേണ്ടുന്ന ഒരു പരിപാവനമായ ഒരു സ്ഥലവുമാണ്. വളരെ കുറച്ച് സമ്പത്ത് മാത്രമേ ഇപ്പോൾ സ്വരൂപിക്കാൻ സാധിച്ചുള്ളൂ. എല്ലാ ഭക്തജനങ്ങളുടെയും അകവഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു അമ്പലം പ്രാർത്ഥനാലയമായിട്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊരു പ്രാർത്ഥനാലയം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഈ പ്രദേശത്തുള്ള ആൾക്കാരിൽ നിന്നും ആവുന്നതും അവരുടെ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഈ വീഡിയോ കാണുന്ന എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, ഈ പ്രദേശത്തിൻ്റെ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അഗൈതമായ സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതിൽ അകമഴിഞ്ഞ സഹായം പ്രതീക്ഷിച്ചുള്ളൂ. നന്ദി, നമസ്കാരം. അമ്മേ ശരണം, ദേവി ശരണം. ഞാൻ കരമന മേലാറന്നൂർ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് താമസം. ഞാൻ ഈ അമ്പലത്തിലെ ഇപ്പോഴത്തെ സെക്രട്ടറി കൂടെയാണ്. അപ്പോൾ ഈ അമ്പലം റെയിൽവേ വികസനത്തിന് വേണ്ടി അമ്പലം ഇടിച്ച് മാറ്റേണ്ടി വന്നു. അതിൽ അമ്പലത്തിന് കാശൊന്നും കിട്ടിയിട്ടില്ല. ആയതിനാൽ അടുത്ത ഒരു സ്ഥലം വാങ്ങിച്ച് അമ്പലം പണിയണമെങ്കിൽ ലക്ഷങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. ആ പൈസ അത്രയും നമുക്ക് ഒരുമിച്ച് വരുന്നില്ല. അതുകൊണ്ട് എല്ലാ നല്ലവരായ നാട്ടുകാരും ഇതിൻ്റെ കൂടെ സഹകരിച്ച് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് ഞങ്ങളെ അമ്പലം കെട്ടാനും പൂർത്തീകരിക്കാനും അനുവദിക്കണം എന്ന്. അമ്മേ നാരായണ, ദേവി നാരായണ.
ഞാൻ മേലാറന്നൂർ കരമന മേലാറന്നൂർ ദേശത്ത് ഞാൻ ജനിച്ചു വളർന്നു ഇത്രയും കാലം ജീവിച്ചു. ഇന്ന് ഈ ക്ഷേത്രം ഞാൻ തൊഴുതുകൊണ്ട് വന്ന ക്ഷേത്രം ഞങ്ങൾക്ക് റെയിൽവേയുടെ കാര്യം കൊണ്ട് അത് മാറ്റി പൊളിക്കേണ്ടി വന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരുടെ സഹായവും ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ദേവി ബാലാലയത്തിൽ വച്ചിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിലാണ്. ഞങ്ങൾ എത്രയോ വർഷം കൊണ്ട് പൂജിച്ചിരുന്നതാണ്. ഞങ്ങൾക്ക് വിശ്വാസമുള്ള ദേവിയാണ്. അതുകൊണ്ട് എല്ലാവരെയും കഴിവുള്ള സഹായം ഞങ്ങൾക്ക് തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.